ഷോപ്പ് തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ലീഡർ ബിൻസാർ ഇവിടെ ഉണ്ട്. ഞങ്ങൾ രണ്ടാളും കൂടി എൻ്റെ ഒരു കസിനെ ജോയിൻ ചെയ്യിച്ചു. ജോയിൻ ചെയ്യിക്കാൻ തന്നെ വല്ലാതെ വിഷമിച്ചാണ് ജോയിൻ ചെയ്തത്. അങ്ങനെ ജോയിൻ ചെയ്ത് പ്രോഡക്ട്സ് ഒക്കെ ആദ്യം 1-2 സാധനമൊക്കെ ഉപയോഗിച്ചു, തേയിലയൊക്കെ ഉപയോഗിച്ചു. വലിയ വിഷമമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഓരോന്നായിട്ട് നമ്മുടെ അടുത്ത് പറയാൻ തുടങ്ങി. അപ്പൊ നമ്മൾ പറയും ഇങ്ങനെ അത് ചെയ്താൽ മതി, ഇത് ചെയ്താൽ മതി പറയും. പക്ഷേ ചെവി കൊള്ളാറില്ല. ഒരിക്കൽ വന്നിട്ട് പറഞ്ഞു അവർക്ക് സിസ്റ്റ് ഉണ്ട് ഈ. അപ്പൊ അതിന്റെ മെഷർമെന്റ് സംതിങ് 7 പോയിന്റ് സംതിങ്. ഇത് ഒരു ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞു. ആദ്യം ഗൈനക്കോളജിസ്റ്റ് അടുത്ത് നിന്ന് ഇങ്ങനത്തെ പ്രശ്നമൊക്കെ ആകുമ്പോൾ ചോദിക്കുന്ന ആദ്യം കുട്ടികൾക്ക് എന്ത് പ്രായമായിരുന്നു അല്ലേ. അപ്പോൾ കുട്ടികളൊക്കെ മുതിർന്ന് കാനഡയിലാണ് 2 പേര്. അപ്പോൾ പറഞ്ഞു ഇതൊന്ന് ഓപ്പറേറ്റ് ചെയ്ത് കളഞ്ഞുകൂടെ. അപ്പൊ അവർക്കതൊരു വിഷമം. കാരണം നമ്മുടെ ശരീരത്തിലെ ഒരു അവയവമാണ്. അത് റിമൂവ് ചെയ്യാൻ അവർക്ക് താല്പര്യം ഉണ്ടായില്ല. ഞങ്ങളുടെ അടുത്ത് വന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ചു സാറൊക്കെ ആയിട്ട്. എൻ്റെ വൈഫ് ന്യൂട്രീഷൻ കൗൺസിൽ കോഴ്സ് നമ്മൾ ചെയ്തതാണ്. അപ്പോൾ അവളും കൂടി പറഞ്ഞു കൊടുത്തു. നമ്മുടെ സ്വിറ്റ്ചാർജ് വുമൺ S5 പിന്നെ ബയോഎച്ച് 1 മാസം കഴിച്ചു. ഞാൻ റിസൾട്ട് ഒന്നും ചോദിച്ചില്ല. ആദ്യമേ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ കഴിക്കാവൂ. 2-ാം മാസം കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് വന്നിട്ട് എൻ്റെ റിസൾട്ട് എനിക്ക് കാണിച്ചത്. അത്ഭുതപ്പെട്ടു പോയി. അത് 3ലേക്ക് കുറഞ്ഞു. ഈ ഡോക്ടറെ അടുത്ത് വീണ്ടും ചെന്നപ്പോൾ ഞാൻ ഇതൊട്ടും അതിശയോക്തി ഉള്ളത് പറയുന്നതല്ല, ബിൻസാറോടെ ഇരിക്കുന്നുണ്ട്. ഡോക്ടർ ചോദിച്ചു നിങ്ങൾ ഇത് എന്താണ് ചെയ്തതെന്ന് ചോദിച്ചു. അപ്പോൾ ഇദ്ദേഹം അലോപ്പതി ഡോക്ടറാണ്, അതൊരു അലോപ്പതി ഡോക്ടറാണ്, ഗൈനക്കോളജിസ്റ്റാണ്. അവരാണ് ചോദിച്ചത് എന്താണ് കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ അത് അങ്ങനെ അതിന് കുറഞ്ഞു. ആ റിസൾട്ട് ഞാനൊരിക്കൽ നമ്മുടെ സുരേഷ് സാറിന്റെ ഒരു ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ ഒന്ന് കൈ പൊക്കിയിട്ട് കാര്യം പറഞ്ഞു. അത് ഇട്ട് തരാൻ പറഞ്ഞു. എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് കാണിച്ചു കൊടുത്തു. സാറ് വളരെ അതിശയപ്പെട്ടു പോയത്. അപ്പൊ അങ്ങനെ ഒരു നല്ല റിസൾട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ അടുത്തുണ്ട്. അത് നിങ്ങളെല്ലാവരും അറിയണം. ഇപ്പൊ ഇവിടെ കൂടിയിരിക്കുന്നവര് ഭൂരിഭാഗവും സ്ത്രീകളാണ്. പലരും പല പ്രശ്നങ്ങളും പറയുമ്പോൾ കൈവെക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാം ഉണ്ട്. പലർക്കും പറയാൻ മടിയുള്ള കാര്യങ്ങളാണ് പലതും. മടിക്കരുത്. അപ്പൊ ഇത് എൻ്റെ അനുഭവത്തിലുണ്ടായ ഒരു കാര്യമാണ്. നിങ്ങളുടെ മുന്നിലേക്ക് പങ്കുവച്ചു. ഈ അവസരത്തിൽ എനിക്ക് അതിന് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പറഞ്ഞു. താങ്ക് യു വെരി മച്ച്.